സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നോംസും സ്റ്റാഫ് പാറ്റേണും പരിഷ്കരിക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. സഹകരണ സംഘങ്ങളിൽ കുടിശ്ശികയായ വായ്പകൾക്ക് ARC ഫയൽ ചെയ്തതിനു ശേഷമുള്ള കാലതാമസം ഒഴിവാക്കി തീർപ്പ് വരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സഹകരണ സംഘത്തിലെ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൽ വയ്ക്കുന്ന റിസർവുകൾ എല്ലാം സംഘത്തിന്റെ ആസ്തിയായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നതിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നു. അതിനാൽ ഓഡിറ്റ് രീതികൾ പരിഷ്കരിക്കണമെന്നും ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ തെറ്റായ നടപടികളുമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും അതിനെതിരെ നിലപാടെടുക്കാനും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ അധികാരം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതുകൊണ്ട് വായും പൂട്ടിയിരുന്ന് നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളാരും അത് അംഗീകരിക്കുന്നവരുമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വിട്ടാൽ അത് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അതിനകത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഏജൻസി വേണം. മിസലേനിയസ് സൊസൈറ്റീസ് അസോസിയേഷൻ പ്രവർത്തനം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും അടിയന്തരമായി മിസലേനിയസ് അഥവാ പലവക സംഘങ്ങളുടെ പ്രസിഡന്റുമാരുടെ യോഗം കൂടുന്നതിനുള്ള നടപടികൾ ജില്ലാ INTUC പ്രസിഡന്റുമാരുടെയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തണമെന്നും ചന്ദ്രശേഖരൻ നിർദ്ദേശിച്ചു. ഒരു സെക്രട്ടറി 6 കോടി രൂപ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ ഒരു അവസ്ഥ ഒരു സഹകരണ സംഘത്തിലും ഉണ്ടാവത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഈ രംഗത്ത് എത്രയോ വർഷങ്ങളായി നിൽക്കുന്നവരാണ്. നമ്മളറിയാതെ ഒരു 10 രൂപ പോലും ഒരു സെക്രട്ടറിക്ക് എടുക്കാനൊക്കത്തില്ല. അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ അത് ഭരണസമിതിയുടെ നോട്ടക്കുറവും ഉത്തരവാദിത്വക്കുറവുമാണ്. അത് വേറെ നടപടികളിലേക്ക് പോയിക്കോട്ടെ. അതിൽ ഡയറക്ടർ ബോർഡിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. 6 കോടി രൂപ ഒരു സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി എടുത്തു എന്നൊരു പരാതി വന്നാൽ അതിൻ്റെ ബോർഡ് മെമ്പർമാർക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളേ? വർക്കിംഗ് പ്രസിഡന്റ് കല്ലട വിജയൻ, ജനറൽ സെക്രട്ടറി പ്രസാദ് നാണപ്പൻ, ട്രഷറർ M മുഹമ്മദ് കുഞ്ഞ്, അഡ്വക്കേറ്റ് തോമസ് വൈദ്യൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി കോതേത്ത് ഭാസുരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.